വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചു അതുപോലെ തന്നെ കിച്ചുവിന് ഞാൻ കണ്ടു. അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് വേറെ കിച്ചുവിന്റെ അഭിപ്രായമല്ല ചോദിച്ചത്. ആ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കരുതുന്നത്. അതേ സമയത്ത് വേറൊരാൾ പറഞ്ഞാണ് വീട് പക്ഷെ പറയുന്നത് അങ്ങനെയല്ല, വീട് പൊളിഞ്ഞു പോകുന്നുണ്ട്, വീടിനെ കുറിച്ച് കുറ്റാണ് പറയുന്നത്. പക്ഷെ കിച്ചു ലൈവിൽ വന്നിട്ട് ചില കാര്യങ്ങൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കിട്ടിയ വീട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ അതിൻ്റെ കുഴപ്പമാണ്, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല, അത് കിട്ടിയത് ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു എന്നുള്ള രീതിയിൽ കിച്ചു വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോയോ റിപ്ലൈയോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രേണുസുതി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിച്ചു അതുപോലെ തന്നെ കിച്ചുവിന് ഞാൻ കണ്ടു. അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് വേറെ കിച്ചുവിന്റെ അഭിപ്രായമല്ല ചോദിച്ചു. നമ്മള് ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് അളക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ല് ഉണ്ട്. നമുക്ക് ദാനമായിട്ട് ഒരാളൊരു സാധനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അതിനെ വിലയിരുത്താൻ നിൽക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ രേണുസുതി ചെയ്തുകൊണ്ടിരുന്നത് എന്താ, ആ വീടിൻ്റെ കുറ്റവും കുറവും എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തങ്കച്ചനെയും പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരുന്നു അല്ലേ? എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നേ? വീട് ചോരുന്നു, അവിടെ നിന്ന് പെയിൻ്റ് ഇളകിപ്പോകുന്നു, മറ്റേത് മറിച്ചത്, ബൾബ് ഫാൻ പൊട്ടി വീണു തുടങ്ങി അങ്ങ് തുടങ്ങലായിരുന്നു. നമുക്കൊരാൾ ഒരു സാധനം ദാനം തന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കടമ എന്ന് പറയുന്നത് അത് നമ്മുടെയാ. അല്ലാണ്ട് ആ ദാനം ചെയ്ത് തന്ന ആൾക്കാർ ഡെയിലി വന്നിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് തരണം എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണെന്ന് ഈ ദാനം സ്വീകരിക്കുന്ന ആളൊന്ന് ആലോചിക്കണം. ആ വീട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചേർന്ന് ഉണ്ടാക്കി തന്നൊരു സാധനം. ആ സാധനം ജീവിതകാലം മുഴുവനും അതുണ്ടാക്കി തന്ന ആൾക്കാർ വന്ന് അതിൻ്റെ കുറ്റവും കുറവും പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അവർക്ക് നിങ്ങൾക്കൊരു സാധനം ദാനം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കലല്ല പണി. ആ വീട് കിട്ടിയത് പോലും നമ്മൾ വലിയ പുണ്യായിട്ടാണ് കരുതുന്നത്. അതേ സമയത്ത് വേറൊരാൾ പറഞ്ഞാണ് വീട് പക്ഷെ പറയുന്നത് അങ്ങനെയല്ല, വീട് പൊളിഞ്ഞു പോകുന്നുണ്ട്, വീടിനെ കുറിച്ച് കുറ്റാണ് പറയുന്നത്. പക്ഷെ കിച്ചു ഈ ഒരു കാര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തി അഭിപ്രായം എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് അതിന് മുതലെടുക്കരുത്. മനസ്സിലായോ? ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് തേങ്ങാക്കോലോ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കിച്ചുവിന് അത്യാവശ്യം ബോധവും വിവരം ഉള്ളത് കൊണ്ട് ആ ചെക്കൻ അതിനെ നൈസായിട്ട് കൈകാര്യം ചെയ്തു. ഇത്രയും നാളവൻ മിണ്ടാതെ നിന്നതാ. ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ പറയേണ്ട സാഹചര്യം വന്നപ്പോൾ അവൻ അത് ഓപ്പണായിട്ട് പറഞ്ഞു. അയ്യോ, ഞാൻ കുറ്റമല്ലല്ലോ പറഞ്ഞു, എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞേന്ന്. എടാ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്ക്. ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ അത്രയെങ്കിലൊക്കെ സ്റ്റാൻഡ് ഉണ്ടോ അത്രയും സ്റ്റാൻഡിലാണ് രേണുസുതി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിനും ഒരു നിലപാടില്ലാത്തൊരു സ്ത്രീ. രേണുവിനെ പറ്റി രേണു അമ്മയെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കിച്ചു അങ്ങനെ എന്നെ അമ്മ എന്നാ വിളിക്കുന്നത്. അപ്പം രേണു അമ്മയുടെ കുറ്റം പറയാനായിട്ട് നിങ്ങൾ ആരെല്ലാം കണ്ടു? കിച്ചുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൻ ആരെയും കുറിച്ചും കുറ്റങ്ങൾ പറയാറില്ല. മറിച്ച് രേണുസുതിയാണെങ്കിൽ ദാനം തന്ന ആൾക്കാരെയും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്ത ആൾക്കാരെയും ഒരാഴ്ച നല്ലത് പറഞ്ഞ് നടക്കും. രണ്ടാമത്തെ ആഴ്ച മുതൽ അങ്ങ് തുടങ്ങാം കുറ്റം പറയാൻ. എന്നിട്ട് പറയാം ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ, എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞെന്നുള്ളത്. കഷ്ടടേ. ഞാൻ ഇന്ന് കുറേ മീഡിയാസിൽ കണ്ടു ഞങ്ങൾ രണ്ടും അടിച്ചു പിരിഞ്ഞു, കിച്ചു ഞാനും. ഇപ്പം ഈ അടിച്ചു പിരിഞ്ഞവരെങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായി. അപ്പം വെറുതെ എന്തിനാ എഴുതാപ്പുറം വായിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വെറുതെ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ എഴുതാപ്പുറം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചേച്ചി കുറച്ച് പുറം എഴുതിത്താ, അപ്പം നമ്മൾ എഴുതിയ പുറം അങ്ങോട്ട് വായിക്കാം. അല്ല പിന്നെ എന്ത് പറഞ്ഞാലും എഴുതാപ്പുറം അങ്ങ് വായിക്കുന്നത് ശരിയല്ലാന്ന്. ചേച്ചി കുറച്ച് കാര്യങ്ങൾ എഴുതിത്താ, ഞങ്ങൾ കുറച്ച് അത് വായിച്ചുകൊണ്ടിരിക്കാം. എന്ത് പറയുന്നു? അല്ല അതാകുമ്പോൾ പിന്നെ എഴുതിയ പുറം വായിക്കുന്നതെന്ന് ചേച്ചിക്ക് പറയാമല്ലോ. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും കയറിയിട്ട് എഴുതാപ്പുറം വായിക്കുന്നു എന്നുള്ള ഡയലോഗ് മാറ്റിയിട്ട് നമുക്ക് ഇനി മുതൽ എഴുതിയ പുറം വായിക്കുന്നു എന്നുള്ള ഡയലോഗ് ആക്കാം.